നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതിഷേധിച്ച സെക്രട്ടേറിയറ്റിന്റെ 3 പ്രവേശന കവാടങ്ങളും ഉപരോധിച്ച് ബിജെപി പ്രവർത്തകർ. ബിജെപിയുടെ സെക്രട്ടേറിയറ്റ് ഉപരോധത്തിനിടെ സംഘർഷമുണ്ടായി. സെക്രട്ടേറിയറ്റ് മുന്നിലെ ഇരുവശത്തേക്കുമുള്ള റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച ബിജെപി പ്രവർത്തകർക്കിടയിലേക്ക് ഒരു ഓട്ടോ കടന്നു വന്നതാണ് സംഘർഷത്തിന് ഇടയാക്കിയത്. പ്രവർത്തകർ ഓട്ടോ തടഞ്ഞു. പിന്നാലെ ഓട്ടോ ഡ്രൈവറും പ്രവർത്തകരുമായി വാക്കുതർക്കമുണ്ടായതാണ് സംഘർഷത്തിനിടയാക്കിയത്. പോലീസ് ഇടപെട്ട് പ്രവർത്തകരെ അനുനയിപ്പിക്കുവാൻ ശ്രമിച്ചു. പിന്നീട് ഓട്ടോ ഡ്രൈവറെയും ഓട്ടോയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയ്ക്കെതിരെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ബിജെപിയുടെ രാപ്പകൽ ഉപരോധ സമരം തുടരുകയാണ്. ഇന്ന് വൈകിട്ട് വരെയാണ് സമരം. കഴിഞ്ഞ ദിവസം വൈകിട്ട് തുടങ്ങിയ സമരത്തിൽ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, കുമ്മനം രാജശേഖരൻ, പി.കെ. കൃഷ്ണദാസ്, ശോഭാ സുരേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തിരുന്നു. ശക്തമായ മഴയത്ത് ശരണം വിളിച്ചും മുദ്രാവാക്യം വിളിച്ചും പ്രവർത്തകർക്കൊപ്പം രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ള നേതാക്കൾ ഇന്നലെ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. ഇന്ന് സെക്രട്ടേറിയറ്റിലേക്കുള്ള 3 ഗേറ്റുകളാണ് ബിജെപി പ്രവർത്തകർ ഉപരോധിക്കുക. എല്ലാ ജില്ലകളിൽ നിന്നും പ്രവർത്തകർ സമരത്തിനെത്തിയിരുന്നു. ദേവസ്വം മന്ത്രി രാജിവെക്കുക, ദേവസ്വം ബോർഡ് പിരിച്ചുവിടുക, 30 വർഷത്തെ ദേവസ്വം ബോർഡിലെ സാമ്പത്തിക ഇടപാടുകൾ കേന്ദ്ര ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് രാപ്പകൽ സമരം. ശബരിമലയിലേത് നിസ്സാരമായ വിഷയമല്ലെന്നാണ് രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത്. സ്വർണ്ണക്കൊള്ള ചെറിയ ആരോപണമല്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞത് ഇതൊരു വീഴ്ചയാണെന്നുമാണ് രാജീവ് പറഞ്ഞു. അഴിമതി നടന്നാൽ ശകലം ഉളുപ്പുണ്ടെങ്കിൽ രാജിവെക്കണം. ഉളുപ്പോ പ്രതിബദ്ധതയോ ഉത്തരവാദിത്വമോ ഇല്ലെന്നും രാജീവ് ചന്ദ്രശേഖർ കൂട്ടിച്ചേർത്തു. PM ശ്രീയെ സംസ്ഥാന സർക്കാർ ഒപ്പുവച്ചതിലും രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചു. NEP സ്വതന്ത്ര ഇന്ത്യയിലെ ഏറ്റവും മികച്ച പോളിസിയാണെന്ന് രാജീവ് പറഞ്ഞു. CPIM BJP ബാന്ധവം എന്നത് കോൺഗ്രസിന്റെ സ്ഥിരം ആരോപണമാണെന്നും രാജീവ് ചന്ദ്രശേഖർ പറയുന്നു. സ്ഥിരം ആരോപണത്തിന് മറുപടിയില്ല. കോൺഗ്രസിന്റേത് നുണയുടെ രാഷ്ട്രീയമാണ്. CPIM CPI നാടകവും കോൺഗ്രസിന്റെ നാടകവും എത്രയോ കണ്ടുവെന്നും അദ്ദേഹം പറഞ്ഞു. ശബരിമല നിസ്സാരമായ വിഷയമല്ല. സ്വർണ്ണക്കൊള്ള ചെയ്യുന്നത് ചെറിയ ആരോപണമല്ല. മുഖ്യമന്ത്രി പറഞ്ഞത് ഇതൊരു വീഴ്ചയാണെന്നാണ്. അഴിമതി നടന്നാൽ ശകലം ഉളുപ്പുണ്ടെങ്കിൽ രാജിവെക്കണം. ഉളുപ്പുമില്ല, പ്രതിബദ്ധതയുമില്ല, ഉത്തരവാദിത്വവുമില്ല. CPM BJP ബാന്ധവം എന്നത് കോൺഗ്രസിന്റെ സ്ഥിരം ആരോപണമാണെന്നാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത്. ക്യാമറയുണ്ട്, കേന്ദ്രീയ പോലീസുണ്ട്. അവിടേക്ക് അവിടെയെല്ലാം പ്രിയമുള്ളവരെ ക്യാമറയുണ്ട്. പക്ഷേ ആ ക്യാമറകളുടെ കണ്ണ് കെട്ടി അവിടെ നിൽക്കുന്ന പിണറായി പോലീസിന്റെ കണ്ണ് കെട്ടി അവരുടെ കാതുകൾ മൂടി അവരെ വെറും പാവകളായി നിർത്തിക്കൊണ്ട് കട്ടുകൊണ്ടുപോയ അയ്യപ്പന്റെ സ്വർണം അതാരാണ് എന്ന് കണ്ടെത്തണം. അതാണ് ഈ സമരത്തിലൂടെ ഞങ്ങൾക്ക് ഈ ഭരണസിരാ കേന്ദ്രത്തിൽ ഇരിക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട്, ദേവസ്വം മന്ത്രിയോട് ആവശ്യപ്പെടാനുള്ളത്. പ്രിയമുള്ളവരെ, എന്നെ കേൾക്കുന്ന ബഹുമാന്യനായ പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് ഒരഭ്യർത്ഥനയുണ്ട്. ഈ സമരസ്ഥലത്തേക്ക് വരുന്നതിന് വിവിധ പ്രദേശങ്ങളിൽ ഞങ്ങളുടെ പ്രവർത്തകന്മാർ വാഹനത്തിൽ വന്ന് അവരിവിടേക്ക് വരാൻ കഴിയാതെ കാത്തുനിൽക്കുന്നുണ്ട്. അവരെ ഇവിടേക്ക് പ്രവേശിപ്പിക്കാൻ വേണ്ടി അവരെ സഹായിക്കാൻ നിൽക്കുന്ന BJPയുടെ വാളണ്ടിയർമാര് അവര് പറയുന്ന നിർദ്ദേശത്തിന് ഈ സമയം അനുമതി കൊടുക്കണം. പ്രവർത്തകന്മാർക്ക് ഇവിടേക്ക് വരുന്നതിന് അനുവാദം കൊടുത്തുകൊണ്ട് ഈ സമരത്തെ തകർക്കാൻ വേണ്ടി ശ്രമിക്കരുത് പോലീസ് ഉദ്യോഗസ്ഥന്മാരെന്ന് വിനയത്തോട് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ പ്രവർത്തകന്മാർക്ക് ഈ പ്രക്ഷോഭത്തിന്റെ ചേർന്ന് നിൽക്കാൻ ഇവിടേക്ക് വരുന്നതിന് വേണ്ടിയുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം. പോലീസ് ഉദ്യോഗസ്ഥന്മാർ വാളണ്ടിയർമാരുടെ അഭ്യർത്ഥന മാനിക്കണമെന്ന് ആവർത്തിച്ച് അറിയിക്കുകയാണ്. ഇന്നിപ്പോ ദേവസ്വം ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ പദവി താഴ്ത്തപ്പെട്ട ഓഫീസറായിരുന്നു. ജയ് ജയ് സെക്രട്ടേറിയറ്റ് ഉപരോധം! ജയ് ജയ് സെക്രട്ടേറിയറ്റ് ഉപരോധം! പ്രിയപ്പെട്ട പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവേട്ടൻ, ഇവിടെ സമരത്തിന് നേതൃത്വം നൽകുന്ന പാർട്ടിയുടെ സമാരാധ്യരായിട്ടുള്ള നേതാക്കന്മാരെ, ഈ സമരവേദിയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്ന 10,000 കണക്കിന് വരുന്ന
പ്രിയപ്പെട്ട സമരഭടന്മാരെ, മാധ്യമ സുഹൃത്തുക്കളെ, ജനാധിപത്യ വിശ്വാസികളെ, ഭാരതീയ ജനതാ പാർട്ടി ചരിത്രപരമായിട്ടുള്ള ഒരു സമരത്തിന്റെ വീഥിയിലാണ്. കഴിഞ്ഞ ഒരു മാസത്തിലേറെയായി ശബരിമലയിലെ തസ്കര വീരന്മാരെ നാടുകടത്തുന്നതിന് വേണ്ടിയുള്ള നിരന്തരവും അചഞ്ചലവുമായിട്ടുള്ള ആ പോരാട്ടത്തിലാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ കേരളത്തിലെ മുഴുവൻ പ്രവർത്തകർ. ആവശ്യമാണ് ഈ ഭരണസിരാ കേന്ദ്രത്തിലെ ഭരണാധികാരികളുടെ മുമ്പിൽ നമുക്ക് ഉന്നയിക്കാനുള്ളത്. ഇപ്പോൾ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ഒരു അന്വേഷണം നടക്കുന്നുണ്ട്. അടുത്ത ദിവസം അതിന് റിപ്പോർട്ട് കൊടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളുടെ ആവശ്യം 3 പതിറ്റാണ്ട് കാലത്തെ പിണറായിയുടെ 10 വർഷക്കാലം, അതിനു മുമ്പുള്ള LDF-ന്റെയും UDF-ന്റെയും 2 പതിറ്റാണ്ട് കാലമടക്കം 3 പതിറ്റാണ്ട് കാലം കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണത്തിന് വിടണം തെരുവിലുണ്ടായിരുന്നില്ല. അരുത് എന്ന് പറയാൻ ഒരു കോൺഗ്രസ്സുകാരനെയും നമ്മൾ കണ്ടില്ല. പ്രിയമുള്ളവരെ, പോരാട്ടത്തിന്റെ പോർമുഖത്ത് അയ്യപ്പന്റെ ശരണം വിളിച്ചുകൊണ്ട്, അയ്യപ്പ ശരണത്തെ ശക്തിയാക്കി കണ്ടുകൊണ്ട് നാം പോരിനിറങ്ങിയപ്പോ നമ്മളെ പരിഹസിച്ചു, നമ്മളെ അപമാനിച്ചു, നമ്മളെ അവഹേളിച്ചു, നമ്മളെ ആക്രമിച്ചു. അതിന്റെ രാഷ്ട്രീയ നേട്ടവുമായി കോൺഗ്രസ് പോയി. അതേ പാതയിൽ പ്രിയമുള്ളവരെ, കേരളത്തിലെ കോൺഗ്രസ് മാരീച വേഷമണിഞ്ഞിറങ്ങി പുറപ്പെട്ടിരിക്കുക. നാം പന്തളത്ത് കണ്ടത് ആ മാരീചന്റെ കാപട്യമാണ്. അവരുടെ മുഖം മൂടി അഴിഞ്ഞു വീഴുന്നതാണ് നാം കണ്ടത്. KPCCയുടെ നേതൃപദവിയിൽ എത്താൻ കഴിയാതെ വന്നപ്പോ അതിൽ പ്രതിഷേധവും അതിൽ പരിഭവവും